നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 6 രാജ്യക്കാർക്ക് കൂടി ഇലക്ട്രോണിക് ടൂറിസ്റ്റ് വിസയും ഓൺ അറൈവൽ വിസയും അനുവദിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. ഈ രാജ്യങ്ങളിലുള്ളവർ സൗദി സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റ് വിസയ്ക്കായി ഓൺലൈനായി അപേക്ഷിക്കുകയോ സൗദി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന മുറയ്ക്ക് വിസ നേടാനോ സാധിക്കുമെന്ന് ടൂറിസം മന്ത്രാലയം അറിയിച്ചു. 6 രാജ്യക്കാർക്ക് കൂടി സൗകര്യം ഏർപ്പെടുത്തിയതോടെ ഈ വിസയും ഓൺ അറൈവൽ വിസയും ലഭിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 63 ഉയർന്നു. സൗദിയ ഫ്ലൈനാസ് വിമാനങ്ങളിലെ യാത്രക്കാർക്ക് 96 മണിക്കൂർ കാലാവധിയുള്ള ട്രാൻസിറ്റ് വിസയും അനുവദിക്കുന്നുണ്ട്. തുർക്കി, തായ്ലൻഡ്, മൗറീഷ്യസ്, പനാമ, സീഷെൽസ്, സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ് എന്നീ രാജ്യക്കാർക്കാണ് ഈ വിസയും ഓൺ അറൈവൽ വിസയും അനുവദിച്ചത്. 1 വർഷം കാലാവധിയുള്ള ഈ വിസ ഉപയോഗിച്ച നിരവധി തവണ ഈ രാജ്യക്കാർക്ക് സൗദി സന്ദർശിക്കാം. പരമാവധി 90 ദിവസം വരെ രാജ്യത്ത് തങ്ങാൻ അനുവദിക്കുന്നതാണ് ഈ വിസ. ടൂറിസ്റ്റ് വിസയിൽ രാജ്യത്ത് പ്രവേശിക്കുന്നവർക്ക് പരിപാടികളിലും എക്സിബിഷനുകളിലും സമ്മേളനങ്ങളിലും പങ്കെടുക്കാനും ഹജ്ജ് കാലത്തൊഴികെ ഉംറ നിർവഹിക്കാനും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കാനും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും സാധിക്കുന്നതാണ്. ഹജ്ജ് സീസണിൽ ഉംറ കർമ്മം നിർവഹിക്കാനും സൗദിയിൽ വേതനത്തിന് ജോലി ചെയ്യാനും വിസിറ്റ് വിസക്കാർക്ക് അനുവാദമില്ല. ഓഗസ്റ്റിൽ 8 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് കൂടി സൗദി അറേബ്യയിലേക്ക് ഓൺ അറൈവൽ വിസിറ്റ് വിസ അനുവദിച്ചിരുന്നു. അസർബൈജാൻ, അൽബേനിയ, ഉസ്ബെക്കിസ്ഥാൻ, ദക്ഷിണാഫ്രിക്ക, ജോർജിയ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, മാലിദ്വീപ് എന്നീ രാജ്യങ്ങളെ കൂടിയാണ് ഓൺലൈൻ വിസിറ്റ് വിസ അനുവദിക്കുന്ന പട്ടികയിൽ ടൂറിസം മന്ത്രാലയം ഉൾപ്പെടുത്തിയത്. ഈ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഓൺലൈനായോ അല്ലെങ്കിൽ രാജ്യത്തെ വിമാനത്താവളങ്ങളിലോ തുറമുഖങ്ങളിലോ റോഡ് മാർഗമുള്ള കവാടങ്ങളിലോ എത്തിയാൽ വിസ നേടാനാവും. വിഷൻ 2030ന്റെ ഭാഗമായി രാജ്യത്തിന്റെ ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് അനുഗുണമാവാനാണ് ഈ നീക്കം. ഇതോടൊപ്പം GDPയിൽ ടൂറിസം മേഖലയുടെ സംഭാവന 3% നിന്ന് 10% ഉയർത്തുക, 10 ലക്ഷം അധിക തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുക, 2030ഓടെ 10 കോടി സഞ്ചാരികളെ ആകർഷിക്കുക എന്നിവയും ഇതിലൂടെ സൗദി ലക്ഷ്യമിടുന്നു. സന്ദർശന വിസയിൽ വരുമ്പോൾ എപ്പോഴും തിരിച്ചറിയൽ രേഖകൾ കൈവശം വെക്കണം. രാജ്യത്തെ പൊതു നിയന്ത്രണങ്ങളും ചട്ടങ്ങളും സർക്കാർ നിർദ്ദേശങ്ങളും വിനോദസഞ്ചാരികൾ പാലിക്കണമെന്നും ടൂറിസം വിസ ചട്ടങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു. ലോകവുമായുള്ള ആശയവിനിമയം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള രാജ്യത്തിന്റെ തുറന്ന ശ്രമങ്ങളുടെ വിപുലീകരണമാണ് കൂടുതൽ രാജ്യങ്ങളിലുള്ളവർക്ക് ഓൺലൈൻ വിസ നൽകാനുള്ള നടപടി. വിഷൻ 2030ന്റെ പ്രധാന ലക്ഷ്യങ്ങളായ വികസനത്തെയും സാമ്പത്തിക വൈവിധ്യവത്കരണത്തെയും പിന്തുണയ്ക്കലാണ് ഈ പുതിയ തീരുമാനങ്ങളുടെ ലക്ഷ്യം. 2019 സെപ്റ്റംബർ 27 ടൂറിസം മന്ത്രാലയം 49 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് സന്ദർശന വിസ നൽകാൻ ആരംഭിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.